പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ അതിപരിശുദ്ധമേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തെ ഓർത്ത് കർത്താവിൻ്റെ മാനവും മഹത്വവും പുകഴ്ചയും അർപ്പിക്കും. നല്ല സമയം എൻ്റെ പ്രിയമുള്ളവരെ അഭിസംബോധന ചെയ്യാൻ കർത്താവ് ഒരുക്കിയ വിലപ്പെട്ട അവസരങ്ങളെ ഓർത്ത് കർത്താവിന് സ്തോത്രം. വിശുദ്ധ പ്രിയപ്പെട്ടവരെ, പരാജയം ഒന്നിൻ്റെയും അവസാനമല്ല. പരാജയപ്പെട്ടു എന്ന് കരുതി എല്ലാം അവസാനിച്ചു, ഇനി മുൻപോട്ട് പോകാൻ കഴിയത്തില്ല. ഇതോടെ ജീവിതത്തിൻ്റെ എല്ലാ സാഹചര്യങ്ങളും സമ്മർദ്ദമായ എല്ലാ സാഹചര്യങ്ങളും, ഇനി എനിക്കൊരു സാഹചര്യമില്ല മുൻപോട്ട് പോകാനെന്ന് ചിന്തിച്ചിരിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? നമുക്കറിയാം, ലോകോത്തര ഓട്ടക്കാരനാണ് ഉസൈൻ ബോൾട്ട് എന്ന് പറയുന്നത്. ഉസൈൻ ബോൾട്ട് അദ്ദേഹം പല തോൽവികളും അദ്ദേഹത്തിന് വന്നിട്ടുണ്ടെങ്കിൽ 2017 ഏറ്റവും വേദനിപ്പിക്കുന്ന തോൽവി ഈ ഉസൈൻ ബോൾട്ടിന് വന്നത്. എന്നാൽ ആ തോൽവി അദ്ദേഹത്തെ വളരെ വേദനിപ്പിച്ചെങ്കിലും ആ തോൽവിയിൽ ഓട്ടം അവസാനിപ്പിക്കുകയല്ല താൻ ചെയ്യുന്നത്. മറിച്ച് തന്നെ ഓടിത്തോൽപ്പിച്ച വ്യക്തിയെക്കുറിച്ച് താൻ പഠിക്കാൻ തുടങ്ങി. ഏത് ന്യൂനതയാണ് എനിക്ക് അദ്ദേഹത്തെ ജയിക്കാൻ കഴിയാതെ പോയത്, എന്നെ ജയിച്ചത് ഏത് വിഷയത്തിലാണ് എന്ന് ആ മനുഷ്യൻ പഠിക്കാൻ തുടങ്ങി. അദ്ദേഹം പഠിച്ചിട്ട് തന്നെ ഓടി തോൽപ്പിച്ച വ്യക്തിയെ തിരിച്ചോടി തോൽപ്പിക്കുവാനിടയായി തീർന്നു. ഇന്ന് ഈ രാത്രിയിൽ പരിശുദ്ധാത്മാവ് ഇടപെടുന്ന ഒരു തിരുവചനം ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവർ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. യോഹന്നാന്റെ സുവിശേഷം 21 അധ്യായം അതിൻ്റെ 5 വേദഭാഗം ഇങ്ങനെയാണ് വായിക്കുന്നത്. യേശു അവരോട്, കുഞ്ഞുങ്ങളെ കൂട്ടുവാൻ വല്ലതും ഉണ്ടോ എന്ന് ചോദിച്ചു. ഇല്ല എന്നവർ ഉത്തരം പറഞ്ഞു. പ്രൈസ് ഗോഡ്. വളരെ പരിചിതമേറിയ ഒരു തിരുവചന ഭാഗമാണ്. പരാജയപ്പെട്ട് നിൽക്കുന്ന ഒരു മനുഷ്യൻ, പത്രോസ്, യാക്കോബ്, യോഹന്നാൻ, ശിഷ്യന്മാർ, ശിഷ്യഗണങ്ങൾ, വളരെ പരാജയത്തിൽ നിൽക്കുന്ന ഒരു സമയമാണ്. യേശുവിൻ്റെ ചോദ്യം, കൂട്ടുവാൻ വല്ലതുമുണ്ടോ? ഏറ്റവും പരാജയപ്പെട്ടു വേദനപ്പെട്ടു നിൽക്കുന്ന ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ നമ്മോട് ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചാൽ നമ്മുടെ മറുപടി എന്തായിരിക്കും? ഒരുപക്ഷെങ്കിൽ പെട്ടെന്ന് പൊട്ടിത്തെറിച്ചു പോവുമായിരിക്കാം. പെട്ടെന്ന് എന്ത് മറുപടി പറയുമെന്ന് നമുക്കറിയാത്ത സാഹചര്യമായി പോകുക. കാരണം ആ സമയത്ത് അനുഭവിക്കുന്ന പ്രഷർ, അനുഭവിക്കുന്ന വേദന അത്രമേൽ വലിയതാണ്. ഇന്ന് ഈ സന്ദേശം പറയുമ്പോൾ പരിശുദ്ധാത്മാവ് ചില വ്യക്തികളെ നോക്കി, ചിലരെ നോക്കി പ്രവചനാത്മാവിൽ പറയുന്നു, അതേ പരാജയപ്പെട്ട് എന്ന് കരുതി എല്ലാം അവസാനിച്ചു എന്ന് ചിന്തിച്ചിരിക്കുന്നെങ്കിൽ ഇന്ന് രാത്രി താങ്കളെ വിജയിപ്പിക്കാൻ, താങ്കൾക്ക് കരം തരാൻ കരുത്തുള്ളൊരു ദൈവത്തിൻ്റെ കരം ചലിക്കുന്നുണ്ട്. പത്രോസിന്റെ കുലത്തൊഴിലാണ് മീൻ പിടിക്കുക എന്നുള്ളത്. എന്നാൽ അതിൽ താൻ പരാജയപ്പെട്ടു. ഇന്ന് പല കുടുംബങ്ങളിലും പല വ്യക്തികളിലും അഭിമുഖീകരിക്കുന്ന ഏറ്റവും വേദനാജനകമായ വിഷയമാണ് പരിചയം പരാജയമായി മാറുകയാണ്. എല്ലാം ചെയ്യാൻ അറിയാം, എന്തൊക്കെയോ അറിവുണ്ട്. പ്രൈസ് ഗോഡ്. എല്ലാത്തിലും അറിവുണ്ടെങ്കിലും എന്തു ചെയ്തിട്ടും മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല. എത്ര പരിശ്രമിച്ചിട്ടും ഒരു മൂവ് ചെയ്യാൻ കഴിയുന്നില്ല. എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഇങ്ങനെയുള്ള സാഹചര്യത്തിലൂടെ കടന്നു പോകുന്നുണ്ടോ? എത്ര പരിശ്രമിച്ചിട്ടും പരാജയമല്ലാതെ മുന്നിൽ കാണുന്നില്ല. പരിശ്രമങ്ങൾ മുഴുവനും പരാജയത്തിൻ്റെ പടുകുഴിയിൽ ചെന്ന് അവസാനിക്കുന്ന വല്ലാത്ത ഒരു അനുഭവത്തിലൂടെയാണ് കടന്നു പോകുന്നത്. അതെ, ഇവിടുത്തെ പരിശ്രമം, ആ വാക്യം ശ്രദ്ധിക്കണം. 3:4, 21:3-4 ഇങ്ങനെയാണ് വായിക്കുന്നത്. ശിമോൻ പത്രോസ് അവരോട്, ഞാൻ മീൻ പിടിക്കുവാൻ പോകുന്നു എന്ന് പറഞ്ഞു. ഞങ്ങളും പോരുന്നു എന്ന് അവർ പറഞ്ഞു. അവർ പുറപ്പെട്ടു, പടക് കയറിപ്പോയി. ആ രാത്രിയിൽ ഒന്നും പിടിച്ചില്ല. പ്രൈസ് ദി ലോർഡ്. അവർ പോകുന്നത് ഒരു ലക്ഷ്യത്തിന് വേണ്ടിയിട്ടാണ്. മീൻ പിടിക്കുവാൻ പോകുന്ന ഒരു കാര്യത്തിന് വേണ്ടി പോകുമ്പോൾ അവിടെ ആ വാക്യം നമ്മെ പഠിപ്പിക്കുന്നു, ആ രാത്രിയിൽ അവർ ഒന്നും പിടിച്ചില്ല. പ്രൈസ് ദി ലോർഡ്. എന്ന് പറഞ്ഞാൽ ആ രാത്രിയുടെ സകല പ്രതീക്ഷകളും അവരുടെ മുമ്പിൽ അസ്തമിച്ചു. ആ രാത്രിയിൽ അവർ പ്രതീക്ഷ വെച്ച സകല വിഷയങ്ങൾക്കകത്തും അസ്തമിച്ചു പോയ പ്രതീക്ഷകൾ. ആ മിശ്രത്ര പുലർച്ചെയാകുന്ന സമയത്ത് പത്രോസിനോട് ചോദിച്ചാൽ പത്രോസ് പറയും, കഴിഞ്ഞ രാത്രിയിലെ ഞങ്ങളുടെ അധ്വാനങ്ങൾ വളരെ പരാജയമാണ്. ഇനിയും ഇതിൽ മുൻപോട്ട് പോകാൻ കഴിയുമോ എന്നറിയത്തില്ല. കാര്യം നാളിതുവരെ ഞങ്ങൾക്ക് ഉപജീവനം നൽകി തന്ന, നാളിതുവരെ ഇതിൽ വളരെ അധികം ഞങ്ങൾ അധ്വാനിച്ച് ഉപജീവിച്ചു കൊണ്ടിരുന്ന ഈ മാർഗവും ഞങ്ങളെ കൈവിട്ടു. പ്രൈസ് ഗോഡ്. ചില വ്യക്തികൾ ഇന്ന് രാത്രി ഈ സന്ദേശം കേൾക്കുമ്പോൾ
ചില വ്യക്തികളുടെ ഹൃദയത്തെ തൊട്ട് പരിശുദ്ധാത്മാവ് പറയുന്നു, നിങ്ങൾ പരാജയപ്പെട്ടിടത്തുനിന്ന് ചിലത് തുടങ്ങുവാൻ, നിങ്ങൾ പരാജയപ്പെട്ടിടത്തുനിന്ന് ചിലത് ആരംഭിക്കുവാൻ പരിശുദ്ധാത്മാവിന്റെ കൃപയിൽ ആശ്രയിക്കണം. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എവിടെയാണോ പരാജയപ്പെട്ടത്, നാം ആദ്യം പറഞ്ഞ കഥയിൽ ഉസൈൻ ബോൾട്ട് പരാജയപ്പെട്ടു. പരാജയപ്പെടുത്തിയവനെ കുറിച്ചുള്ള ബോധ്യമായിരുന്നു. എങ്ങനെയാണ് തന്നെ പരാജയപ്പെടുത്തിയത്, എവിടെയാണ് തനിക്ക് പരാജയ ഭീഷണി ഉണ്ടായത്, എങ്ങനെയാണ് താൻ പരാജയപ്പെട്ടു പോയത് എന്ന് താൻ പഠിച്ച് ആ പരാജയത്തിൽ നിന്ന് കരകയറുവാനിടയായി തീർന്നു. അങ്ങനെയാണെങ്കിൽ ഇന്ന് ഈ രാത്രിയിൽ ഈ സന്ദേശം പരിശുദ്ധാത്മാവ് നിങ്ങളോട് കൈമാറുമ്പോൾ, ചില പരാജയങ്ങൾക്കകത്തൊതുങ്ങി, ചില പരാജയങ്ങൾ കണ്ടിട്ട്, ചില പരാജയങ്ങൾ വന്നിട്ട് ഇവിടെ അവസാനിച്ചു എന്ന് പറഞ്ഞ് ഒളിച്ചോടുന്ന ചില മേഖലകൾക്കകത്തുനിന്ന്, ഇനിയും മുൻപോട്ട് പോകത്തില്ല എന്ന് വിധി എഴുതിയ ചില മേഖലകൾക്കകത്തുനിന്ന് കരം തരാൻ കരുത്തുള്ളൊരു ദൈവത്തിന്റെ കരം നമ്മുടെ അരികിലേക്ക് ഇറങ്ങി വരുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. വാക്യം പത്രോസ് പറയുന്നു, ആ രാത്രിയിലൊന്നും അവർ പിടിച്ചിട്ടില്ല. എന്നാൽ അടുത്ത ഭാഗം വായിക്കാൻ കഴിയുന്ന ഇങ്ങനെയാണ്: പുലർച്ചെയായപ്പോൾ യേശു കരയിൽ നിന്നിരുന്നു, യേശു ആകുന്നു എന്ന് ശിഷ്യന്മാർ അറിഞ്ഞില്ല. എന്ന് പറഞ്ഞാൽ വളരെയധികം അധ്വാന ഭാരത്താൽ നിൽക്കുന്ന പത്രോസും കൂട്ടരും ആരാണ് നിൽക്കുന്നതെന്ന് അറിഞ്ഞിരുന്നില്ല. കാര്യം അത്ര അധ്വാനമായിരുന്നു കഴിഞ്ഞ രാത്രിയിൽ. എന്നാൽ യേശുവിന്റെ അടുത്ത ചോദ്യമാണ്, കുഞ്ഞുങ്ങളെ കൂട്ടുവാൻ വല്ലതും ഉണ്ടോ? യേശുവിന് നല്ലതുവണ്ണം അറിയാം അവരുടെ കരത്തിൽ ഒന്നുമില്ല, വളരെ ശൂന്യതയാണ്, വളരെ ശൂന്യമായ അവസ്ഥയാണ്. ചില വ്യക്തികളെ നോക്കിയാൽ ഒന്നുമില്ലാത്ത സാഹചര്യത്തിലായിരിക്കും, എന്നാൽ അവരുടെ മുഖത്ത് നോക്കിയാൽ, അവരുടെ വേഷവിധാനം കണ്ടാൽ ഒന്നും പറയത്തില്ല, അവരുടെ ഒന്നുമില്ല എന്ന് പറയത്തില്ല. നിറച്ച് എന്തെങ്കിലുമൊക്കെ കാണുമെന്ന് നമുക്ക് ചിന്ത വരും. പക്ഷെ ഇന്ന് രാത്രിയിൽ പരിശുദ്ധാത്മ ഓർമ്മിപ്പിക്കുന്നു, ദൈവസന്നിധിയിലേക്കൊന്ന് മുഴങ്കാൽ മടക്കാൻ, തമ്പുരാന്റെ കരങ്ങളിലേക്ക് നമ്മെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാൻ കഴിയുമോ? നാഥ, ഞങ്ങളുടെ അധ്വാന ബലത്തിന് വട്ടപൂജ്യമാണ് ഞങ്ങളായി നിൽക്കുന്നത്. ഒരു വലിയ ബിഗ് സീറോയിൽ ഞങ്ങൾ നിൽക്കുകയാണ്. ഇവിടെ നിന്ന് ഞങ്ങൾക്കൊരു ടേണിംഗ് പോയിന്റ് ഉണ്ടാകുമെന്ന് ഞങ്ങൾക്കറിയത്തില്ല. പക്ഷേ സർവശക്തനായ ദൈവത്തിന്റെ വചനം ഇന്ന് രാത്രി താങ്കളോട് ഇടപെടുന്നു, എൻ്റെ പ്രിയ സുഹൃത്തിനോട്, സ്നേഹിതനോട് ഇടപെടുന്നു. ഒന്ന് എവിടെങ്കിലും ഒരു ടേണിംഗ് പോയിന്റ് കിട്ടുമോ എന്ന് ആഗ്രഹിച്ചിരിക്കുന്നെങ്കിൽ പരിശുദ്ധാത്മ പറയുന്നു, നിങ്ങളെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നൊരു തമ്പുരാനുണ്ട്. നിങ്ങളുടെ പരാജയത്തെ കണ്ട് കൈയടിച്ച് ചിരിക്കാനല്ല, നിങ്ങളുടെ പരാജയത്തെ മാറ്റാൻ വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു ദൈവത്തിന്റെ കരമുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രി സന്ദേശത്തിന് ഞാൻ ആമേൻ പറയുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവർ ദൈവസന്നിധിയിൽ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാൻ കഴിയുമോ? കർത്താവെ, പരാജയപ്പെട്ടു, ഇനി എന്തെങ്കിലും ആയിത്തീരുമോ, ഇനി മൂവ് ചെയ്യാൻ കഴിയുമോ എന്നറിയത്തില്ല. പക്ഷേ സർവശക്തനായ ദൈവത്തിന്റെ കരം എനിക്ക് വേണ്ടി ഒന്ന് ചലിക്കണമേ എന്ന് പറയാൻ എത്ര പേർക്ക് പ്രാർത്ഥിക്കാൻ കഴിയും? ഈ രാത്രിയിൽ സമർപ്പിച്ചു കൊടുക്കാം. ദൈവാശ്രയ ബോധ്യത്തോടെ, വിശ്വാസത്തോടെ, എൻ്റെ നാഥൻ എന്നെ കൈവിടത്തില്ല, എൻ്റെ നാഥൻ എന്നെ ഉപേക്ഷിക്കത്തില്ല. ഏതു പരാജയത്തെയും വിജയമാക്കി തീർക്കാൻ കരുത്തുള്ള ദൈവത്തിന്റെ കരമുണ്ടെന്ന് വിശ്വസിച്ച് നമുക്ക് മുൻപോട്ട് പോകാം. ഈ വചനങ്ങളാൽ കർത്താവ് നമ്മെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു.